ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ലുലുവിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത്, എത്രയ്ക്കൊക്കെയാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളൊരു ചെറിയ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സാധനങ്ങൾ എടുക്കുന്നത്. ഇത് ഞാൻ ഓണത്തിന് മുന്നേ എടുത്ത വ്ളോഗാണ്. അതാണ് ഈ ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അത്തത്തിനും മറ്റും യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ഇന്ത്യൻ കപ്പയാണ്. കപ്പ കഴിച്ചിട്ട് ഒത്തിരി നാളായതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ജിഞ്ചർ, ഗാർലിക്, കുഞ്ഞുള്ളി എന്നിവയുടെയൊക്കെ സെക്ഷനായിരുന്നു. ഫോൺ സെറ്റ് ചെയ്തത് കുറച്ച് ഹൈറ്റിലായിപ്പോയി, അതാണ് അതൊന്നും കിട്ടാത്തത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പർച്ചേസിന് പോകുന്ന ദിവസമെല്ലാം നല്ല വൈബാണ്. അവൻ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ പറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം തിരിച്ച് അതുപോലെ പറക്കിയിട്ടുന്നതാണ് ഈ കാണിക്കുന്നത്. ലാസ്റ്റ് എടുത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ടാഗ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. എനിക്ക് ക്യൂവിൽ നിൽക്കാൻ കുറച്ച് മടിയായതുകൊണ്ട് തന്നെ അത് അവനെ കൊണ്ട് ഞാനങ്ങ് ചെയ്യിപ്പിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയത്. പിന്നെ എല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്നിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ ടൈം കിട്ടില്ല. അങ്ങനെ എനിക്ക് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ തപ്പുകയാണ് ഇവിടെയെല്ലാം. ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ ബോളിയും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പായസമേളയിൽ നിന്നും ഒരങ്കിൾ കുറച്ച് പായസം കൊണ്ട് തന്നു. പിന്നെ അതും കഴിച്ചിട്ട് രാത്രിയിലത്തേക്കുള്ള ഫുഡും ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തു. ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്, 2 ഫിഷ് ഫ്രൈയും ചിക്കൻ കറിയും. പിന്നെ മീറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയി. വീക്ക്ലി പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്കുള്ള ഫിഷും ചിക്കനും എല്ലാം ഒരുമിച്ച് എടുത്ത് വെക്കാറാണ് പതിവ്. പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞിട്ട് ബില്ലടിക്കാനായിട്ട് പോയി. ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ലാസ്റ്റ് എനിക്ക് 69 ദിർഹമാണ് ആയത്. ഇന്ത്യൻ റുപ്പി ഏകദേശം 1580 ആ ഒരു റേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.